വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിൽ ഫ്രേസൽ വെർബ്സ് എന്താണെന്ന് മനസ്സിലാക്കാം. എ ഫ്രേസൽ വെർബ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ വെർബ് ആൻഡ് ആൻ അഡ്വർബ് ഓർ എ പ്രിപ്പോസിഷൻ. ഇപ്പൊ ഫ്രേസൽ വെർബ് എന്ന് വെച്ചാൽ വെർബിന്റെ കൂടെ ഒന്നുകിൽ അഡ്വർബ് അല്ലെങ്കിൽ പ്രിപ്പോസിഷൻ ചേർന്നുണ്ടാവുന്നതാണ്. ഈ ഫ്രേസ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഈ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. ഫ്രേസൽ വെർബ് എന്ന് വെച്ചാൽ വെർബിന്റെ കൂടെ ഒന്നോ രണ്ടോ വേർഡുകൾ ചേർന്നുകൊണ്ട് ഉണ്ടാകുന്നവയാണ് ഫ്രേസൽ വെർബ്സ്. The same verb followed by different elements conveys different meanings. ഇപ്പോൾ ഒരേ വെർബ് തന്നെ വെർബിന്റെ കൂടെ ചേർക്കുന്ന എലിമെന്റ്സിൽ വ്യത്യാസം ഉണ്ടാവും വേർഡ്സിൽ. പക്ഷെ അപ്പോൾ അത് കംപ്ലീറ്റ് വേറൊരു അർത്ഥത്തിലേക്ക് മാറുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ അതിനൊരു ഉദാഹരണമുണ്ട്. ലുക്ക് അപ്പ്, ലുക്ക് ഫോർ, ലുക്ക് ആഫ്റ്റർ എന്നുള്ളതൊക്കെ ഫ്രേസൽ വെർബ്സ് ആണ്. അതിലത്തെ ബേസ് ആയിട്ടുള്ള വെർബ് ഏതാണ്? ലുക്ക് എന്നുള്ളതാണ്. അതൊരു വെർബാണ്. അതിന്റെ കൂടെ ചേർന്നിരിക്കുകയാണ് അപ്പ്, ഫോർ, ആഫ്റ്റർ എന്നൊക്കെ പറയുന്ന എലിമെന്റ്സ്, വേർഡ്സ്. അപ്പൊ ലുക്കപ്പ് എന്ന് പറയുന്നതിന്റെ മീനിങ്ങും ലുക്ക് ഫോർ, ലുക്ക് ആഫ്റ്റർ എന്ന് പറയുന്നതിന്റെ മീനിങ് ഒക്കെ കംപ്ലീറ്റ് ഡിഫറെന്റ് ആണ്. എന്താണ് അതിന്റെ മീനിങ് വരുന്നത്? ലുക്കപ്പ് എന്ന് വെച്ചാൽ റെഫർ ചെയ്യാന്നാണ്. ലുക്ക് ഫോർ എന്നാണെങ്കിൽ സെർച്ച് എന്നർത്ഥം വരും. ലുക്ക് ആഫ്റ്റർ എന്ന് വെച്ചാൽ ടേക്ക് കെയർ ഓഫ്. ഇങ്ങനെ വെർബിന്റെ കൂടെ ഏത് എലിമെന്റ് ചേരുന്നോ അതൊരു ഫ്രേസൽ വെർബ് ആവുന്നു. അതിന്റെ മീനിങ് ഒരു സെപ്പറേറ്റ് മീനിങ്ങിലേക്ക് പോകുന്നു. അപ്പൊ എന്താണെന്ന് നോക്കാം. ഫ്രേസൽ വെർബ്. Verbs take prepositions or adverbs after them to form a new meaning. വെർബിന്റെ കൂടെയാണ് ഒന്നുകിൽ പ്രിപ്പോസിഷൻ ചേരുന്നു അല്ലെങ്കിൽ അഡ്വർബ് ചേരുന്നു എന്നിട്ട് ഒരു പുതിയൊരു വേർഡ് ആവുന്നു. അതിന്റെ മീനിങ് ഒരു ഡിഫറെന്റ് ആയിരിക്കും. ഫ്രേസൽ വെർബ് വെർബ് പ്ലസ് പ്രിപ്പോസിഷൻ ആവാം, വെർബ് പ്ലസ് അഡ്വർബ് ആവാം, വെർബ് പ്ലസ് പ്രിപ്പോസിഷൻ പ്ലസ് അഡ്വർബ് ആവാം. അങ്ങനെയൊക്കെ ഫ്രേസൽ വെർബുകൾ ഫോം ആവുന്നുണ്ട്. എക്സാമ്പിൾസ് നോക്കുക. ഗോ എവേ, ഇതൊരു വെർബിന്റെ കൂടെയാണ് ചേരുന്നത് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. അതുകൊണ്ടാണ് ഫ്രേസൽ വെർബ് എന്നുള്ള പേര്. റൺ ഔട്ട് ഓഫ്. ഇപ്പൊ ഗോ എവേ എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് ടു ലീവ് എന്നാണ്. അവിടുന്ന് പോവുക, ഗോ എവേ. റൺ ഔട്ട് ഓഫ് എന്ന് പറയുമ്പോൾ റാൻ എന്നുള്ളത് വെർബാണ്. ഔട്ട് ഓഫ് എന്ന് കൂടെ ചേരുമ്പോൾ അതിന്റെ മീനിങ് യൂസ് കംപ്ലീറ്റ്ലി, മുഴുവനായിട്ട് ഉപയോഗിക്കുക. പാസ്ഡ് അവേ, അതിന്റെ മീനിങ് വരുന്ന ഡൈ എന്നാണ്. പാസ്ഡ് അവേ എന്ന് വെച്ചാൽ ആ ഫ്രേസൽ വെർബിന്റെ മീനിങ് ഡൈ, മരണത്തിനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടേൺ ഡൗൺ എന്ന് വെച്ചാൽ റെഫ്യൂസ്, നിരാകരിക്കുക. വൈപ്ഡ് ഔട്ട് എന്ന് വെച്ചാൽ ഡെസ്ട്രോയ്, അല്ലെങ്കിൽ തുടച്ചു നീക്കുക. കം ബാക്ക്, റിട്ടേൺ എന്നാണ് അർത്ഥം. ടേക്ക് ഓഫ് എന്ന് വെച്ചാൽ ലീവ്. ടേക്ക് ഓഫ്, ടുക്ക് ഓഫ് എന്നൊക്കെ പറയുന്നത് ഫ്ലൈറ്റുകൾ എയർപോർട്ടിൽ നിന്ന് പോയി എന്നുള്ള അർത്ഥത്തിലാണ് ഈ ടേക്ക് ഓഫ്, ടുക്ക് ഓഫ് എന്നൊക്കെ വരുന്ന ഫ്ലൈറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടത്. പ്ലെയിൻ. പുട്ട് ഓഫ് എന്ന് വെച്ചാൽ പോസ്റ്റ് പോൺ ചെയ്യുക, മാറ്റി വെക്കുക. കാൾ ഡൗൺ എന്ന് വെച്ചാൽ വിസിറ്റ്, വിസിറ്റ് എ പേഴ്സൺ. ഫിഗർ ഔട്ട് എന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡ്. അങ്ങനെ ഓരോ ഫ്രേസൽ വെർബിന് ഡിഫറെന്റ് മീനിങ്ങുകളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈസി ആയിട്ട് അത് നിങ്ങൾക്ക് മാർക്ക് നേടാൻ സഹായിക്കും. ഈ ഫ്രേസൽ വെർബൊക്കെ നോക്കുക. കട്ട് ഡൗൺ, കോൾ ഡൗൺ, ഗിവ് അപ്പ്, ടുക്ക് ഓഫ്, ലുക്ക് അപ്പ്. അപ്പൊ ഇതില് ദേ ഡാഷ് ദ മാച്ച് ഡ്യൂ ടു ഹെവി റെയിൻ. ഹെവി റെയിൻ കാരണം മാച്ച് ക്യാൻസൽ ചെയ്തു എന്നുള്ള തരത്തിലുള്ള ഒരു ഫ്രേസൽ വെർബ് ഇതിലുണ്ട്. ഏതാണത്? ഗിവ് അപ്പ്. ഗിവ് അപ്പ് എന്ന് വെച്ചാൽ അവര് കൈവിട്ടു എന്നാ പറയണ ആ കളി. ദ ഫ്ലൈറ്റ് ഡാഷ് ആസ് ഷെഡ്യൂൾഡ്. ഷെഡ്യൂൾഡ് അനുസരിച്ച് ദ ഫ്ലൈറ്റ് ലെഫ്റ്റ് ദ എയർപോർട്ട് എന്ന് പറയുകയാണെങ്കിൽ ടുക്ക് ഓഫ് എന്നാണ് എപ്പോഴും ഫ്ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ടുക്ക് ഓഫ്, ടേക്ക് ഓഫ് എന്നൊക്കെ പറയാറുണ്ട്. ദ ഫ്ലൈറ്റ് ലെഫ്റ്റ് ദ എയർപോർട്ട്. ഐ ഡാഷ് ദ മാനേജർ ലാസ്റ്റ് വീക്ക്. ലാസ്റ്റ് വീക്കിൽ ഐ വിസിറ്റഡ് ദ മാനേജർ എന്നാണെങ്കിൽ ഏത് ഫ്രേസൽ വെർബാണ് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? കോൾ ഡൗൺ എന്ന് വെച്ചാൽ വിസിറ്റഡ്. മെനി ട്രീസ് വേർ ഡാഷ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് NH. NHന് വേണ്ടി കുറെ മരങ്ങൾ എന്ത് ചെയ്തു? അതിന് വളരെ സ്യൂട്ടബിൾ ആയി, വളരെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു ഫ്രേസൽ വെർബ് ഉണ്ട്, കട്ട് ഡൗൺ. ഷീ ഡാഷ് ദ വേർഡ് ഇൻ ദ ഡിക്ഷണറി.
ഇവിടെ ഡിക്ഷണറിയിൽ അവൾ ആ വേർഡിനെ റെഫർ ചെയ്തു എന്നാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രേസൽ വെർബ് ഏതാണ്? ലുക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ റെഫർ ചെയ്യുക എന്നർത്ഥം. ദ മാനേജർ ഡാഷ് ഹിസ് ഓഫർ. അപ്പൊ ഇവിടെയുള്ള ഫ്രേസൽ വെർബ്സ് ഏതൊക്കെയാണ്? റൺ ഔട്ട് ഓഫ്, കം ബാക്ക്, പാസ്ഡ് അവേ, പുട്ട് ഓഫ്, ടേൺ ഡൗൺ. ദ മാനേജർ ഡാഷ് ഹിസ് ഓഫർ. മാനേജർ അവന്റെ ഓഫറിനെ ടേൺ ഡൗൺ, നിരാകരിച്ചു, റെഫ്യൂസ്ഡ്. ഇപ്പൊ ടേൺ ഡൗൺ എന്ന് വെച്ചാൽ നിരാകരിക്കുക. They decided to dash to native place. ഇവിടെയും നല്ല ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേസൽ വെർബ് ഉണ്ട്. അവർ നേറ്റീവ് പ്ലേസിലേക്ക് തിരിച്ചു വരാൻ പ്ലാൻ ചെയ്തു, ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു എന്നാ പറയണത്. കം ബാക്ക്. ദ സെയിലേഴ്സ് സൂൺ ഡാഷ് ഫുഡ് ആൻഡ് വാട്ടർ. ഇപ്പൊ സെയിലേഴ്സിന്, ഇപ്പൊ കടലിലൊക്കെ പോകുന്ന സെയിലേഴ്സിന് ഫുഡ് ആൻഡ് വാട്ടർ ഒക്കെ തീർന്നു പോയി എന്നാണെങ്കിൽ ഇവിടെ ഒരു ഫ്രേസൽ വെർബ് ഉണ്ട് അതിന്. ഏതാണത്? റാൻ ഔട്ട് ഓഫ്. കംപ്ലീറ്റ്ലി യൂസ് ചെയ്തു എന്നാ പറയുന്നത്. ഫുഡും വാട്ടറും കൊണ്ടുപോയിരുന്ന. ഹർ അങ്കിൾ ഡാഷ് ലാസ്റ്റ് ഇയർ അറ്റ് ദ ഏജ് ഓഫ് 80. ഇവിടെ ഡൈഡ് എന്നാണെങ്കിൽ അതിന് പകരം ഒരു ഫ്രേസൽ വെർബ് ഉണ്ട്. ഹർ അങ്കിൾ ഡൈഡ് ലാസ്റ്റ് ഇയർ അറ്റ് ദ ഏജ് ഓഫ് 80. 80 വയസ്സ് ലാസ്റ്റ് ഇയർ മരിച്ചു 80 വയസ്സുള്ളപ്പോൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഡൈഡ് എന്നുള്ളതിന്റെ പകരമായിട്ടുള്ള ഫ്രേസൽ വെർബ് എന്താണ്? Passed away. The function was dash due to bad weather. ഇവിടെ ഫംഗ്ഷൻ ക്യാൻസൽഡ് അല്ലെങ്കിൽ റീഷെഡ്യൂൾഡ് ഡ്യൂ ടു ബാഡ് വെതർ എന്ന് പറയുകയാണെങ്കിൽ ഏത് ഫ്രേസൽ വെർബാ വരിക? പുട്ട് ഓഫ്. പുട്ട് ഓഫ് എന്ന് വെച്ചാൽ പോസ്റ്റ്പോൺ ചെയ്യുക, മാറ്റി വെക്കുക, റീഷെഡ്യൂൾ ചെയ്യുക. The function was put off due to bad weather. ഇവിടുത്തെ ഫ്രേസൽ വെർബ് നോക്കുക. brought up, figure out, carry out, stand up for, wiped out. ഇപ്പൊ സെന്റൻസുകൾ നോക്കാം. Everyone should dash good ideas. എല്ലാവരും ഗുഡ് ഐഡിയാസിന് എന്ത് ചെയ്യണം? സ്റ്റാൻഡ് അപ്പ് ഫോർ. അതിനുവേണ്ടി ഗുഡ് ഐഡിയ ആണെങ്കിൽ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത് സ്റ്റാൻഡ് അപ്പ് ചെയ്ത് നിൽക്കണം. സ്റ്റാൻഡ് അപ്പ് ഫോർ. ഷീ വാസ് ഡാഷ് ഇൻ പൂനെ. അവൾ അതിൽ എന്താണ് വരിക ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേസൽ വെർബ് ഉണ്ട് ഇതിൽ. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ചിലവരെ പറ്റിയിട്ടൊക്കെ. ഷീ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ പൂനെ, ഇൻ ചെന്നൈ എന്നൊക്കെ. അപ്പൊ ഇത് ബ്രോട്ട് അപ്പ്, വളരുക, ഗ്രോൺ. ദ ഫ്ലഡ് ഡാഷ് ദ സിറ്റി കംപ്ലീറ്റ്ലി. ആ ഫ്ലഡ് ആ സിറ്റീനെ കംപ്ലീറ്റ് ആയിട്ട് ഡെസ്ട്രോയിഡ് എന്നാണെങ്കിൽ അതിന് അങ്ങനെ ഒരു ഫ്രേസൽ വെർബ് ഏതാണ്? വൈപ്ഡ് ഔട്ട്, തുടച്ചു നീക്കുക എന്നും കൂടി പറയും. ഐ കുഡ് നോട്ട് ഡാഷ് വാട്ട് യു മെന്റ്. നീ പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നാണെങ്കിൽ ഫിഗർ ഔട്ട് എന്നുള്ളതാണ്. അണ്ടർസ്റ്റാൻഡ്. ഐ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു മെന്റ്. നീ എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഫിഗർ ഔട്ട്. അവർ വർക്കേഴ്സ് ഡാഷ് ദെയർ ജോബ്സ് വെൽ. ജോബ്സ് ഒക്കെ ശരിയായ രീതിയിൽ ചെയ്തു എന്നാണെങ്കിൽ ക്യാരി ഔട്ട്. അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ക്യാരി ഔട്ട് ദെയർ ജോബ്സ് വെൽ. ഇങ്ങനെ ഫ്രേസൽ വെർബുകളൊക്കെ അത് മീനിങ് മനസ്സിലാക്കുക. നമ്മൾ സംസാരിക്കുമ്പോൾ കൂടി ഫ്രേസൽ വെർബൊക്കെ ഉപയോഗിച്ച് സംസാരിക്കാവുന്നതാണ്. ഇവിടുത്തെ ഫ്രേസൽ വെർബ് എന്തൊക്കെയാണ്? ലുക്ക് ആഫ്റ്റർ, ഡീൽസ് വിത്ത്, കം അക്രോസ്, ലുക്ക് ഇൻ ടു, ഗിവ് അവേ ആൻഡ് ടേക്ക് അവേ. അപ്പൊ ഇതൊക്കെ ഏതിനൊക്കെ സ്യൂട്ടബിൾ ആണെന്ന് നോക്കാം. യു ഷുഡ് ഡാഷ് ദ മാറ്റർ സീരിയസ്ലി. ഇവിടെ എന്തായിരിക്കും യു ഷുഡ് ഡാഷ് ദ മാറ്റർ സീരിയസ്ലി? ആ മാറ്റർ നീ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യണം അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യണം എന്നുള്ളതാണെങ്കിൽ ഇതിൽ ഏതാണ് വരിക എന്നുള്ളതാണ്. ലുക്ക് ഇൻ ടു എന്ന് പറഞ്ഞാൽ എക്സാമിൻ, ഇൻവെസ്റ്റിഗേറ്റ് എന്നൊക്കെ അർത്ഥം വരുന്നത് കൊണ്ട് ലുക്ക് ഇൻ ടു എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ്. നീ ആ മാറ്ററിനെ സീരിയസ് ആയിട്ട് പരിഗണിക്കണം, എക്സാമിൻ ചെയ്യണം. വി ഡാഷ് അവർ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അറ്റ് എ റെസ്റ്റോറൻറ്റ്.
റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ കണ്ടു എന്നാണെങ്കിൽ ആക്സിഡൻ്റ് ആയിട്ട് പെട്ടെന്ന് കണ്ടു എന്നുള്ളതാണെങ്കിൽ ഏതാണ്? കം അക്രോസ്. വി മീറ്റ് ആക്സിഡൻ്റലി. ആക്സിഡൻ്റലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ പ്രതീക്ഷിക്കാതെ കണ്ടുമുട്ടുക. മൈ അങ്കിൾ ഡാഷ് മൈ ഫാമിലി വെൻ ഫാദർ വാസ് എവേ. അച്ഛൻ ദൂരെയായിരിക്കുമ്പോൾ എൻ്റെ അങ്കിളാണ് ഞങ്ങളുടെ ഫാമിലീനെ നോക്കുന്നത്, പരിപാലിക്കുന്നത്. ടേക്ക് കെയർ ഓഫ് എന്നുള്ള അർത്ഥം വരുന്ന ഫ്രേസൽ വെർബ് ലുക്ക് ആഫ്റ്റർ. ഇവിടെ പാസ്റ്റ് ടെൻസ് ആയതിന് ലുക്ക്ഡ് ആഫ്റ്റർ എന്ന് എഴുതിയെന്ന് മാത്രം. ഇത് ശരിക്കും വെർബ് തന്നെയാണ്. വെർബിന്റെ കൂടെ പ്രിപ്പോസിഷൻ ചേരുന്നു അല്ലെങ്കിൽ അഡ്വർബ് ചേരുന്നു. പക്ഷെ നിൽക്കുന്നത് വെർബായിട്ട് തന്നെ നിൽക്കും അത്. ദ ചീഫ് ഗസ്റ്റ് ഡാഷ് ദ പ്രൈസസ്. ഇവിടെ പ്രൈസസ് കൊടുത്തു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ള അർത്ഥം വരുന്ന ഒരു ഫ്രേസൽ വെർബ് ഗിവ് അവേ. അപ്പോൾ ദ ചീഫ് ഗസ്റ്റ് ഗേവ് അവേ ദ പ്രൈസസ്. പ്രൈസസ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ടേക്ക് അവേ എന്ന് പറയാൻ പറ്റില്ല. ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ റിമൂവ് എന്നാണ് അർത്ഥം. അത് അവിടെ നിന്ന് എടുത്ത് മാറ്റുക എന്നുള്ളതാണ് ടേക്ക് അവേ. ദിസ് ബുക്ക് ഡാഷ് ടെൻസസ് ഓഫ് ഇംഗ്ലീഷ് ഗ്രാമർ. ഈ ബുക്ക് ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ടെൻസസിനെയാണ് ഡീൽ ചെയ്യുന്നത്. അതിന് ഈസി ആയിട്ടുള്ളതുണ്ടല്ലോ, ഡീൽസ് വിത്ത്. അപ്പൊ ഇങ്ങനെ ഫ്രേസൽ വെർബ് നമുക്കത് ഒന്ന് ശ്രദ്ധയോടെ മനസ്സിലാക്കിയാൽ ഈസിയാണ് ഈ ഫ്രേസൽ വെർബുകളൊക്കെ.